कूजन्तं राम रामेति मधुरं मधुराक्षरम्. നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിങ്ങോട്ടുകര റോഡിലെ കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. പെരുമ്പുഴ പാടശേഖരത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ പുറകോട്ട് ഓടി തോട്ടിലേക്ക് മറിഞ്ഞു. ബൈക്ക് യാത്രക്കാരനെയും ഇടിച്ചിട്ടു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയിൽ പ്രതിഷേധിച്ച് CPI കുറ്റവിചാരണ സദസ്സ് നടത്തി. വാർത്തകൾ വിശദമായി. തകർന്നു കിടക്കുന്ന പെരിങ്ങോട്ടുകര റോഡിലെ കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. പെരിങ്ങോട്ടുകര സ്വദേശി തീയാടി ഗംഗാധരന്റെ മകൻ 53 വയസ്സുള്ള ഷിജിക്കാണ് പരിക്കേറ്റത്. പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിന് വടക്ക് ഭാഗത്തുള്ള വലിയ കുഴിയിൽ വാഹനം വീണതിനെ തുടർന്ന് ഇദ്ദേഹം റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. വീണ ഉടനെ ബോധരഹിതനായി. തുടർന്ന് നാട്ടുകാർ ചേർന്ന് റോഡരികിലേക്ക് മാറ്റിക്കിടത്തുകയായിരുന്നു. തൃപ്പയാർ ആർട്സ് പ്രവർത്തകർ ഇദ്ദേഹത്തെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയിൽ പ്രതിഷേധിച്ച് CPI കയ്പമംഗലം ലോക്കൽ കമ്മിറ്റി കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. കാളമുറിയിൽ നിന്ന് പ്രകടനമായാണ് പ്രവർത്തകർ പഞ്ചായത്തിന് മുൻവശം എത്തിച്ചേർന്നത്. CPI ജില്ലാ കൗൺസിൽ അംഗം TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി ER ജോഷി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കമ്മിറ്റി അംഗം MD സുരേഷ്, ദിവ്യ അനീഷ്, PK റഹീം, അജിത് കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. KV പ്രദീപ് കുമാർ, അലി അസ്കർ, നജീറ നൂർദീൻ, KR പ്രസാദ്, ES സതീശൻ, CA ധർമ്മദാസ്, PK കുട്ടൻ, അഷറഫ് തണ്ടാശ്ശേരി, അഖില വേണി, രാജി ജോഷി, ദീപ പ്രദീപ്, ഷാജി വടക്കൻ, മുരളി ആയിരൂർ എന്നിവർ നേതൃത്വം നൽകി. ആ അഹങ്കാരം വെച്ചുകൊണ്ട് ജനങ്ങളുടെ മേൽ കുതിര കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു താപ്പാക്കി ഈ ഭരണ നേതൃത്വം കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ പഞ്ചായത്തിനെ പിന്നോക്കാവസ്ഥയിൽ എത്തിക്കുന്ന സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ ഈ കയ്പമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. മതിലകം കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയും ആർട്സ് ഓഫ് കളരിപ്പറമ്പും ചേർന്ന് VS അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. VS അച്യുതാനന്ദൻ ചേർത്ത് പിടിച്ച രാഷ്ട്രീയ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തിന് നൽകാൻ കഴിയാവുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലി എന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ T ശശിധരൻ അഭിപ്രായപ്പെട്ടു. കളരിപ്പറമ്പ് PPM ഹാളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ PM സിജിത്ത് അധ്യക്ഷത വഹിച്ചു. VSന്റെ സ്മരണയ്ക്കായി പ്രിസം പാലിയേറ്റീവ് കെയറിന് നൽകിയ സംഭാവന ഭാരവാഹികളായ TC രാമനാഥൻ, ഹംസ വൈപ്പിപ്പാടത്ത്, MB വിപിൻ, PI ദിൽഷാദ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. MS ദിലീപ്, രഞ്ജുഷ ബാബു, PJ നാസർ എന്നിവർ സംസാരിച്ചു. ഇതിന്റെ പൂർണ്ണമായ അർത്ഥമല്ല, അനാഥത്വമെന്നാണ്. ഈ അനാഥത്വത്തിന്റെ ശാപോപശാഖകളായി ചേട്ടനുണ്ടാകാം, പെങ്ങളുണ്ടാകാം. പക്ഷേ ഒരുവരുടെ അച്ഛനും അമ്മയും മരിച്ചാൽ നമ്മൾ പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് KS ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA മുഖ്യാതിഥിയായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജുകുട്ടൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുകോയ തങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ RK ബേബി, KA കരീം, ബാങ്ക് വൈസ് പ്രസിഡന്റ് TB ഷാജി, സെക്രട്ടറി CP ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഓരോ വിദ്യാർത്ഥിയെയും മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥിയുടെ കഴിവുകളെ വികസിപ്പിക്കുന്നതടക്കമുള്ള സമഗ്രമായിട്ടുള്ള വളർച്ചയാണ് ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത. പെട്ടെന്ന് മനസ്സിലാവില്ല, ഞാൻ പറയാം, ചുരുക്കി പറയാം. അപ്പോൾ ഓരോ വിദ്യാർത്ഥി ഒരു യൂണിറ്റാണ്. പണ്ട് 30 കുട്ടികളുള്ള ക്ലാസ് ഒരു യൂണിറ്റാണ്. ഇന്ന് 30 കുട്ടികളുള്ള ക്ലാസ് 30 യൂണിറ്റുകളാണ്.
അച്ഛനും അമ്മയ്ക്ക് 2 കുട്ടികളുണ്ടെങ്കിൽ 2 യൂണിറ്റുകളാണ്, ഒരു യൂണിറ്റ് അല്ല. നമ്മുടെ മക്കൾ തന്നെയാണ്, പക്ഷേ 2 യൂണിറ്റ്. എല്ലാ തരത്തിലും ബൗദ്ധികമായ വ്യത്യാസം, ആശയപരമായ വ്യത്യാസം, അതുപോലെ തന്നെ അവരുടെ കഴിവുകളിലെ വ്യത്യാസം, അവരുടെ സർഗശേഷിയിലെ വ്യത്യാസം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിവുണ്ടാവേണ്ടത് നമ്മുടെ മുന്നിലുള്ള ഓരോ കുട്ടിയും ഒരു യൂണിറ്റാണ്. ആ യൂണിറ്റ് എന്താണെന്ന് തിരിച്ചറിയലാണ് അധ്യാപകൻ്റെയും മാതാപിതാക്കളുടെയും ചുമതല. നമ്മൾ എന്തൊക്കെയോ പഠിച്ചു വന്ന എല്ലാ കുട്ടികളെയും അത് പഠിപ്പിച്ച് വളർത്താം എന്നുള്ളതിന് പകരം ഇതെന്താ ഈ കുട്ടി എന്ന് തിരിച്ചറിഞ്ഞ് ആ കുട്ടിയെ വളർത്തുന്നതാണ് ആധുനിക വിദ്യാഭ്യാസം. ഇത് രണ്ടും രണ്ടാണ്. കയ്പമംഗലം ബീച്ച് കമ്മ്യൂണിറ്റി സെന്റർ വായനശാല വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ, പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. കയ്പമംഗലം ഫിഷറീസ് സ്കൂളിൽ സംഘടിപ്പിച്ച ക്ലാസ് ഗ്രാമപഞ്ചായത്ത് അംഗം PK സുകന്യ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് സജീവൻ പള്ളായിൽ അധ്യക്ഷനായി. സൈക്കോളജിസ്റ്റ് ഷാലിമ ഹനീഫ ക്ലാസ് നയിച്ചു. വായനശാല മേഖലാ സമിതി കൺവീനർ KB അനിൽ, വനിതാവേദി പ്രസിഡന്റ് രമാ ദേവാനന്ദൻ, വായനശാല സെക്രട്ടറി KV വത്സകുമാർ എന്നിവർ സംസാരിച്ചു. പക്ഷേ കേസെടുത്ത് കുറേ മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലാവുന്നത്. അത് ഭർത്താവിൻ്റെ പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവരോട് സംസാരിക്കുന്നില്ല, വീട്ടിലൊരു കാര്യവും ആ കുട്ടിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഡൈവോഴ്സിന് അവർ പറയുന്നത്. പക്ഷേ നമ്മൾ കേസെടുത്തിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ പെൺകുട്ടിക്ക് ഒരു പഠന വൈകല്യമുണ്ട് എന്നുള്ളത്. ഈ പഠന വൈകല്യമാണ് ഇവളുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും കാരണമായിരുന്നത്. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. തൃശൂർ വാടനപ്പള്ളി സംസ്ഥാന പാതയിൽ എറവിൽ പെരുമ്പുഴ പാടശേഖരത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ പുറകോട്ടോടി തോട്ടിലേക്ക് വീണു. ഇതുവഴി വന്നിരുന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ട ശേഷമാണ് കാർ വെള്ളം നിറഞ്ഞു കിടന്ന തോട്ടിലേക്ക് വീണത്. ബൈക്ക് യാത്രക്കാരനെ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ 8:30-ക്കാണ് സംഭവം. എറവ് ആറാങ്കല്ലിൽ പെരുമ്പുഴ പാടശേഖരത്തിന് സമീപമാണ് അപകടം നടന്നത്. തൃശൂർ യൂണിയൻ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ SN പുരം സ്വദേശി കോഴിശ്ശേരി അജിത് കുമാറാണ് കാർ ഓടിച്ചിരുന്നത്. പെരുമ്പുഴ പാടത്ത് വെച്ച് മരങ്ങളിൽ ഇരുന്നിരുന്ന കിളികൾ കാറിന്റെ ചില്ലിലേക്ക് കാഷ്ടിച്ചു. അത് തുടച്ചു മാറ്റാനായിട്ടാണ് അജിത് കുമാർ റോഡിന് ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തിയത്. ചില്ലി വൃത്തിയാക്കിയ ശേഷം കാറിൽ തിരികെ കയറിയ ഇദ്ദേഹം ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് സംവിധാനമുള്ള കാറിൽ അബദ്ധത്തിൽ റിവേഴ്സ് മോഡിട്ട് ആക്സിലറേറ്ററിൽ കാൽ കൊടുത്തു. മുന്നോട്ട് പോകേണ്ടതിന് പകരം അതിവേഗത്തിൽ പുറകോട്ട് നീങ്ങിയ കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിൽ വട്ടം കറങ്ങി അതുവഴി വന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച ശേഷം സമീപത്തുള്ള വെള്ളം നിറഞ്ഞു കിടക്കുന്ന തോട്ടിലേക്ക് മറിയുകയായിരുന്നു. അജിത് കുമാറിനെ നാട്ടുകാർ ചേർന്ന് കാറിന് പുറത്തെത്തിച്ചു. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ ആംബുലൻസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തൃശ്ശൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് സ്ഥിരമായി ഇത്തരത്തിൽ കിളികൾ കാഷ്ടിക്കുന്നത് ശല്യമാണ്. ഇതിനെതിരെ മന്ത്രിതലത്തിൽ വരെ പരാതി നൽകിയിട്ടുണ്ട്. താന്യം മണ്ഡലം കോൺഗ്രസ് 5-ാം വാർഡ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി.
ഈ വർഷം SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയവരെയും വിജയിച്ചവരെയും വാർഡിലെ മുതിർന്ന നേതാക്കളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. വാർഡ് പ്രസിഡന്റ് ലൂയിസ് താണിക്കൽ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ സമ്മാന വിതരണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും 5ാം വാർഡ് മെമ്പറുമായ ആൻഡോ തൊറയൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയ് ആന്റണി, ബൂത്ത് പ്രസിഡന്റ് ഉക്രു പുലിക്കോട്ടിൽ, വാർഡ് സെക്രട്ടറി ബിജു താണിക്കൽ, ട്രഷറർ സുകേഷ് പൊറ്റേക്കാട്ട്, മണ്ഡലം സെക്രട്ടറി വിൻസെന്റ് കുണ്ടുകുളങ്ങര, ജോയിന്റ് കൺവീനർ രേണുക റിജു, നിതിൻ മോഹൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം 10ാം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. ചടങ്ങിൽ വെച്ച് നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകി. SSLC +2 വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും നടത്തി. 500ഓളം കുടുംബങ്ങൾക്ക് ഉപഹാരം നൽകി. യോഗത്തിൽ വാർഡ് പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി. പ്രോഗ്രാം കൺവീനർ മിനി ജോസ്, സുനിൽ ലാലൂർ, മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ, വൈസ് പ്രസിഡന്റുമാരായ TC ജോസഫ്, ഹബീബുള്ള, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയ് ആന്റണി, KSU നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് ജോസ്, മണ്ഡലം സെക്രട്ടറിമാരായ പുഷ്പാങ്കദൻ, സജി തച്ചപ്പുള്ളി, ശ്രീജേഷ് കളിച്ചത്ത് എന്നിവർ സംസാരിച്ചു. പുതിയ വഴികളെ കുറിച്ച് പറഞ്ഞു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി നിർമ്മിച്ച കോൺക്രീറ്റ് റോഡോ അതുമായി ബന്ധപ്പെട്ട മറ്റു വീതികളെ കുറിച്ചെല്ലാം പറഞ്ഞു. ഞാനും ഒരു പഞ്ചായത്തിൽ മെമ്പറാവുകയും കുറച്ചു സമയം പ്രസിഡന്റ് ആവാൻ അവസരമുണ്ടാകുകയും ചെയ്ത ആളാണ്. എനിക്ക് പോലും ഇത്ര റോഡ്, ഇത്ര വഴികൾ പുതുതായി നിർമ്മിക്കാനോ കോൺക്രീറ്റ് ചെയ്യാനോ റീടാർ ചെയ്യാനോ എൻ്റെ വാർഡിലോ എൻ്റെ പഞ്ചായത്തിലോ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചത് മിനി ജോസ് ആദ്യം പറഞ്ഞത്, കല്യാണം കഴിച്ച് മിനി ജോസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ മിനി നടന്ന റോഡുകൾ, വഴികൾ, സഞ്ചരിച്ച പാതകൾ ഇതായിരിക്കും മിനി ജോസ് പറയുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് മിനി ജോസ് 10 വർഷം മെമ്പറായപ്പോൾ തൻ്റെ മിടുക്ക് കൊണ്ട്, കഴിവ് കൊണ്ട് മാർക്സിസ്റ്റുകാരുമായി പോരാടി നേടിയ ഈ വാർഡിലേക്ക് കിട്ടിയ അംഗീകാരമാണ്, വികസനമാണ്, മുന്നേറ്റമാണ്, കുതിപ്പാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. 01 മീഡിയ ക്രിയേഷൻസ് അണിയിച്ചൊരുക്കിയ ശ്രീ വിഷ്ണുമായ എന്ന മ്യൂസിക് ആൽബത്തിന്റെ ലോഞ്ചിങ് കർമ്മം പെരിങ്ങോട്ടുകര കാനാടി മഠം തറവാട് മഠാധിപതികളായ ശൈലേഷ് കാനാടി, അഡ്വക്കേറ്റ് സുജിത് ലാൽ കാനാടി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സംവിധായകൻ സുരേഷ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർ ഷീജ സദാനന്ദൻ, നിധി തോട്ടുപുര, വിനോഷ് കൈമൾ, ലിൻഡ ജാനകി, ദീപക് പെരിങ്ങോട്ടുകര, രജീഷ് രാധ, ആദിത്യ വി ബൈജു, സുമേഷ് മുല്ലശ്ശേരി, ഷൈൻ മുല്ലശ്ശേരി, സുധീഷ് വാഴപ്പള്ളി, അനിൽ മണലൂർ എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, പൊതുവിൽ സിനിമാ മേഖലയാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു ടിക്കറ്റ് എടുക്കണം നമുക്ക് കാണണമെങ്കിൽ, അല്ലെങ്കിൽ OTT പോയി പൈസ ചിലവാക്കണം. ഇപ്പം ഇങ്ങനൊരു മേഖല, അതായത് നമുക്കറിയാം, യൂട്യൂബ് തുറന്നാൽ, നമ്മുടെ മൊബൈൽ തുറന്നാൽ നമുക്ക് നേരിട്ട് കാണാവുന്ന, അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീൻ നമ്മുടെ വലിയ രൂപത്തിൽ നമ്മുടെ വീട്ടിലിരുന്ന് കാണാവുന്ന സംഗതി നമ്മൾ കാണാൻ പോകുന്നത് അത് തന്നെയാണ്. അപ്പം അത്രയും വിശാലമായ ഒരു മേഖലയാണ് ഈ രീതിയിലുള്ള, ഇപ്പോൾ നേരത്തെ പറഞ്ഞു 50ഓളം ടെലിഫിലിമുകൾ ഇറക്കി അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും, ഈ അണിയറ പ്രവർത്തകരെല്ലാവരും. അപ്പോൾ അതിൻ്റെ ഒരു കാലഘട്ടമാണ് നെക്സ്റ്റ് ജനറേഷൻ. അപ്പോൾ നമുക്കറിയാം, ലക്ഷങ്ങളുടെ വ്യൂ ആയി മാറുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ 0യിൽ നിന്ന് തുടങ്ങി ലക്ഷങ്ങളുടെ വ്യൂവിലേക്കും കോടികളുടെ വ്യൂവിലേക്ക് എത്താൻ എല്ലാവിധ ഭാവങ്ങളും വിഷ്ണുമയുടെ അനുഭവം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഏങ്ങണ്ടിയൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുഞ്ചൻ നമ്പ്യാർ കവിതകളുടെ ആസ്വാദനം എന്ന വിഷയത്തെ ആസ്പദമാക്കി സൗഹൃദ സംവാദം സംഘടിപ്പിച്ചു. ക്ലബ്ബ് ഹാളിൽ നടത്തിയ ചടങ്ങിന് കവി എടത്തറ ജയൻ അധ്യക്ഷത വഹിച്ചു. പങ്കജ ടീച്ചർ, ബീന പ്രമോദ്, UM സുബ്രഹ്മണ്യൻ, അജിത ടീച്ചർ, PK ജയരാജൻ, സരിത ടീച്ചർ, TS സുബ്രഹ്മണ്യൻ, ബാലരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ലബ് സെക്രട്ടറി രാജേഷ് കൊട്ടുക്കൽ, പ്രസിഡന്റ് NK രതി മോഹൻ, ആർട്സ് സെക്രട്ടറി പ്രമോദ്, ട്രഷറർ സുധ എന്നിവർ നേതൃത്വം നൽകി. ജനത്തിന് ചെലവ് കഴിക്കാം 5 മാസം മുഴുവൻ, തഞ്ചിലവുകളും വിത്തും കൂടിയും 5-6
5 10 വായ്പ കൊടുപ്പാൻ വാഞ്ചിച്ചാലത് മതിലുണ്ടാകാം, വാഞ്ചിക്കാതിന് ആഗ്രഹിക്കാം എന്നാണ്. അപ്പൊ അങ്ങനെ ലളിതമായ രീതിയിൽ എല്ലാ സത്യങ്ങളും അദ്ദേഹം കാവ്യലോകത്തു കൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു. ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283, 9846125284. വാർത്തകൾ തുടരുന്നു. കനത്ത കാറ്റിലും മഴയിലും വീട് ഭാഗികമായി തകർന്നു. കണ്ടശങ്കടവ് ഫ്രാൻസിസ് ലൈനിലെ കൊമ്പൻ ഫ്രാൻസിസിന്റെ വീടിന്റെ അടുക്കള ഭാഗമാണ് തകർന്നു വീണത്. ഫ്രാൻസിസിന്റെ ഭാര്യ സീമ അപകടത്തിന് തൊട്ടു മുൻപ് അടുക്കളയിൽ പാചകം കഴിഞ്ഞ് പോയതിനു ശേഷമാണ് തകർന്നു വീണത്. വീട്ടിൽ സീമ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഭർത്താവ് പാചക തൊഴിലാളിയാണ്. കാരമുക്ക് സെയിന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ ഊട്ടുതിരുനാളിന്റെ പാചക തിരക്കിലായിരുന്നു ഫ്രാൻസിസ്. വൈകിട്ടുണ്ടായത് ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കാരമുക്ക് പള്ളിയിൽ വർക്കിന് പോയിക്കാൻ നേരമായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. ഗ്രൈൻഡർ പറഞ്ഞായിരുന്നു, നമുക്കിത് അറിയില്ല, ഫോൺ വരുന്നത് അറിയില്ലല്ലോ. ജസ്റ്റ് നോക്കിയപ്പോൾ മിസ് കോൾ കണ്ടപ്പോഴാണ് ഞാൻ നോക്കിയത്. അപ്പോൾ അവൾ പറഞ്ഞ വീടിൻ്റെ ഒരു ഭാഗം വീണു. ജസ്റ്റ് ഒരു ചെറിയൊരു 5 മിനിറ്റ് ഗ്യാപ്പിന് രക്ഷപ്പെട്ടു. ചായ ഉണ്ടാക്കി അകത്തേക്ക് വരുമ്പോഴേക്കും അത് ഭാഗം വീണു. പെട്ടെന്നൊരു ഒരു ചിന്നലുണ്ടായി വീട്ടിലും ഒരുമിച്ചായി. അടുക്കള ഭാഗം പൂർണ്ണമായിട്ട് വീണു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് അസോസിയേഷൻ തളിക്കുളം യൂണിറ്റിന്റെ കൺവെൻഷൻ നാഗത്താൻകാവിൽ വെച്ച് നടന്നു. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി. ചന്ദ്രബോസ് അധ്യക്ഷനായി. സംസ്ഥാന ജില്ലാ മേഖലാ നേതാക്കൾ പങ്കെടുത്തു. NK മോഹനൻ, സോമസുന്ദരൻ, രാജു വെന്നിക്കൽ, സുകുമാരൻ, VS മദനൻ, സുജാത, ബേബി, ബാലസൂര്യൻ എന്നിവർ സംസാരിച്ചു. നമ്മൾ പ്രായമാവുന്നതിന് മുൻപ് നമ്മൾ വിചാരിക്കും, ഓരോ കാലഘട്ടം എത്തുമ്പോഴും നമ്മൾ പറയും, ഒരു പ്രായത്തുമ്പോഴേ ഇതൊന്നും പ്രായമല്ല, നമ്മളൊക്കെ യങ്ങാണ് എന്ന് കരുതി പോയെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ ഇരിക്കുന്ന മുതിർന്ന പൗരന്മാർ എന്ന് പറയുന്നത് വയസ്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അല്ലെ, ഒരു നമ്പറാണ് അല്ലെ. വയസ്സ് എന്ന് പറയുന്നത്, ഏജ് എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. 60 വയസ്സായി എന്ന് പറഞ്ഞ് ഇത്തരത്തിലല്ല, നിങ്ങൾ ആക്റ്റീവായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ചോർന്നൊലിക്കുന്ന വീട്ടിൽ വഴുക്കി വീണ് പരിക്കേറ്റ നാട്ടിക MLA CC മുകുന്ദനെ നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിലെ NSS യൂണിറ്റ് പ്രതിനിധികൾ സന്ദർശിച്ചു. NSS കോർഡിനേറ്റർ ശലഭ ജ്യോതിഷ്, അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഷൈജ EB എന്നിവരുടെ നേതൃത്വത്തിൽ NSS യൂണിറ്റ് വിദ്യാർത്ഥികളായ ജന ഫാത്തിമ, റയാൻ ഫൈസൽ, അദിൻ കൃഷ്ണ, ഷഹനാസ് എന്നിവരാണ് സന്ദർശനം നടത്തിയത്. പരിക്കേറ്റ മുകുന്ദൻ MLA ആശ്വസിപ്പിക്കുകയും തത്സമയത്തെ ആരോഗ്യനിലയെക്കുറിച്ച് വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു.
പൊതുശ്മശാനം പ്രവർത്തനരഹിതമായി ആഴ്ചകൾ പിന്നിട്ടിട്ടും നടപടിയെടുക്കാത്ത വലപ്പാട് ഗ്രാമപഞ്ചായത്തിനെതിരെ BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതീകാത്മക മൃതദേഹം വഹിച്ചുകൊണ്ട് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തുടർന്ന് പ്രവർത്തനരഹിതമായ ശ്മശാനത്തിന് സമീപം പ്രിയ സെന്ററിൽ നടുറോഡിൽ പ്രതീകാത്മക ശവസംസ്കാരവും നടത്തി. BJP നാട്ടിക മണ്ഡലം സെക്രട്ടറിയും 2ാം വാർഡ് മെമ്പറുമായ രശ്മി ഷിജോ ധർണ ഉദ്ഘാടനം ചെയ്തു. BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ധനീഷ് മടത്തിപ്പറമ്പിൽ അധ്യക്ഷനായി. നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറിയും 17ാം വാർഡ് മെമ്പറുമായ ഷൈൻ നെടിയിരിപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഗിരീഷ് വെന്നിക്കൽ, മണ്ഡലം ജനറൽ സെക്രട്ടറി TG രതീഷ്, മണ്ഡലം സമിതി അംഗങ്ങളായ കിഷോർ മണക്കാട്ടുപടി, ഷാജി കല്ലുങ്ങൾ, മഹിളാ മോർച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈര സദാശിവൻ, അനൂപ് പട്ടത്ത്, ശിവജി, ഉണ്ണികൃഷ്ണൻ ആളുപറമ്പിൽ, ആനന്ദൻ പാങ്ങാരത്ത്, മോഹൻദാസ് പുലാക്കൽ, വേളയിൽ ഗോപാലകൃഷ്ണൻ, രാജേഷ് വെന്നിക്കൽ എന്നിവർ ധർണയിൽ പങ്കെടുത്തു. കൃത്യമായി പ്രവർത്തനം നടക്കാത്ത 22 വാർഡുള്ള ഏറ്റവും വലിയ പഞ്ചായത്ത്, നാട്ടിക മണ്ഡലത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തായ വലപ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതുശ്മശാനം മാസങ്ങളായി പ്രവർത്തനരഹിതമായി കിടക്കുന്നു. 2 കമ്മിറ്റിക്ക് മുൻപേ തന്നെ പഞ്ചായത്തിൻ്റെ ക്രിമിറ്റോറിയത്തിനുള്ള അറ്റകുറ്റപ്പണിക്കുള്ള ഫണ്ട് മാറ്റിവെച്ചിട്ട് പോലും ഇതുവരെയും പൊതുശ്മശാനത്തിൻ്റെ കൃത്യമായ പ്രവർത്തനം നടത്താൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിക്കാത്തതിൻ്റെ പേരിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ഇത്തരമൊരു ധർണ ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചത്. എടമുട്ടം ഫ്രണ്ട്സ് പുരുഷ സ്വയം സഹായ സംഘടനയുടെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് എടമുട്ടം ആലപ്പാട്ട് ഓട്ടോ ഗ്യാരേജിൽ വെച്ച് നടന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ മണി ഉണ്ണികൃഷ്ണൻ, ഷാജു കോഴിപ്പറമ്പിൽ എന്നിവർ മുഖ്യാതിഥികളായി. ഫ്രണ്ട്സ് ഗ്രൂപ്പ് സെക്രട്ടറി ബെന്നി ആലപ്പാട്ട്, വൈസ് പ്രസിഡന്റ് MV നൌഷാദ്, ഖജാൻജി ആദർശ് എന്നിവർ സംസാരിച്ചു. 1ാം സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് മണി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. 1ാം സമ്മാനമായി ഇലക്ട്രിക് സ്കൂട്ടർ റാഷിദ് കുന്നംകുളത്തിനും 2ാം സമ്മാനമായി ഫ്രിഡ്ജ് പങ്കജാക്ഷൻ ചൂലൂരിനും ലഭിച്ചു. ഫണ്ട് റേസിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മാസം നടക്കേണ്ട നറുക്കെടുപ്പ് ഇപ്രാവശ്യം ഒരു മാസം വൈകിയതിൻ്റെ ഒരു കാരണം നമുക്ക് അറിയാം. ആ റേസിങ്ങിന് വേണ്ടി പ്രയത്നിച്ച ആളുടെ പ്രയത്നം അത് പൂർണ്ണതയിലെത്താൻ വൈകി എന്നുള്ളതാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഇത് പറഞ്ഞു കൂപ്പൺ മുഴുവൻ വിചാരിച്ചത്ര കൂപ്പൺ ചിലവായില്ല. എങ്കിലും കൂപ്പണിൽ കൂടെ മാത്രമല്ല, നിങ്ങൾ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ അവരുടെ സഹായം കിട്ടുന്നുള്ളത് ഉറപ്പാണ്. കാരണം വെച്ചാൽ ഈ സമിതി ഇവിടെ വളരെ കാലമായിട്ട് കുറച്ച് സമയമുള്ളെങ്കിൽ പോലും വളരെയധികം പ്രവർത്തനങ്ങൾ ചെയ്തതാക്കി നേരിട്ട് കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീരകർഷക സംഗമത്തിന്റെ ഭാഗമായി വലപ്പാട് കാമധേനു ക്ഷീരസംഘത്തിൽ വെച്ച് കന്നുകാലി പ്രദർശനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ അധ്യക്ഷയായി. ബ്ലോക്ക് മെമ്പർ കല ടീച്ചർ, പഞ്ചായത്ത് അംഗം BK മണിലാൽ, ക്ഷീരവികസന ഓഫീസർ ഷീല എന്നിവർ സംസാരിച്ചു. ഗിർ, സഹിവാൾ, ധാർ, പാർക്കർ, കാസർഗോഡ് കുള്ളൻ എന്നീ നാടൻ ഇനങ്ങളും എരുമകളും കിടാരികളും പ്രദർശനത്തിലുണ്ടായിരുന്നു. നാടിന്റെ ആകെ വരുന്ന ആരോഗ്യകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ക്ഷീരകർഷകർ, അത് പാലുൽപ്പന്നമായാലും അല്ലെ, പാലാണെങ്കിലും പാൽ ഉൽപ്പന്നങ്ങളുമാണെങ്കിലും നമ്മളെല്ലാവരും എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കർഷകരെ സംബന്ധിച്ച്, ക്ഷീര കർഷകരെ സംബന്ധിച്ച് പലപ്പോഴും നഷ്ടങ്ങൾ സംഭവിക്കുകയാണ്. ആ നഷ്ടങ്ങൾ നികത്താൻ വേണ്ടി തന്നെയാകണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏകദേശം 7 ദിവസം നീണ്ടു നിൽക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് നാളെ സമാപനം കുറിക്കുകയാണ്. ബാലസംഘം വലപ്പാട് വില്ലേജ് സമ്മേളനം നടന്നു. വലപ്പാട് ഏങ്ങൂർ ഹാളിൽ നടന്ന സമ്മേളനം ബാലസംഘം തൃശൂർ ജില്ലാ സെക്രട്ടറി സാൻജോ തോമസ് ഉദ്ഘാടനം ചെയ്തു. അനയ അധ്യക്ഷയായി. ഏരിയ പ്രസിഡന്റ് ആദർശ്, ഏരിയ കൺവീനർ ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി നേഹ ഗിരീഷിനെയും വൈസ് പ്രസിഡന്റായി അയന സുബ്രഹ്മണ്യനെയും സെക്രട്ടറിയായി അനന്തു ബിജുവിനെയും ജോയിന്റ് സെക്രട്ടറിയായി അനന്തു KCയെയും കൺവീനറായി അശോകൻ പാലിശ്ശേരിയെയും കോർഡിനേറ്ററായി സീന ചന്ദ്രനെയും തെരഞ്ഞെടുത്തു. ഗോഡ്സെ ഒരു മതഭ്രാന്തനായിരുന്നു അല്ലേ? എന്തെങ്കിലും മതഭ്രാന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തോ? ഭ്രാന്താണോ? പിന്നെന്താ? നമ്മളിപ്പോൾ എല്ലാവർക്കും ജാതിയും മതമൊക്കെ ഉണ്ടല്ലേ അല്ലേ? ഇപ്പൊ നമ്മളെല്ലാവരും എന്താ പള്ളിയിൽ പോകുന്നവരുണ്ട് അല്ലേ? ക്രിസ്ത്യൻ പള്ളിയിൽ പോകും, മുസ്ലിം പള്ളിയിൽ പോകുന്നവരുണ്ട്, അമ്പലത്തിൽ പോകുന്നവരുണ്ട് അല്ലേ? ഒരു പക്ഷെ നമ്മളിപ്പോ ഞാൻ ഭാഗത്ത് പ്രവർത്തിക്കുകയാണ് എന്ന് വെച്ചിട്ട് എനിക്കിതിലൊന്നും വിശ്വസിക്കാനോ അല്ലെങ്കിൽ ഇതിനകത്തൊന്നും പോകാൻ പാടില്ലേ?
ഞാൻ പള്ളി പോകാറുള്ള ആളാണ്, ഇടയ്ക്ക് ഞാൻ പള്ളി പോകാറുണ്ട്. അപ്പോ ഒരുപക്ഷെ ഒരു മതത്തോടോ ജാതിയോടോ വിശ്വാസമുണ്ട് എന്നുള്ളത് ഒരിക്കലും മതഭ്രാന്തല്ല. എന്നാൽ ആ വിശ്വാസത്തിന് പേരിൽ തളികുളം പുതിയങ്ങാടി ഒന്നാംകല്ലിൽ പലചരക്ക് കടയിൽ മോഷണം. ഒന്നാംകല്ല് ബസ് സ്റ്റോപ്പിന് സമീപമുള്ള കടയിലാണ് ഞായറാഴ്ച രാത്രി മോഷണം നടന്നത്. മഞ്ഞുതുള്ളി കുടുംബശ്രീ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പലചരക്ക് കടയിലാണ് മോഷണം. കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 4000 രൂപയും ബില്ലുകളും ചാക്കിലും പാത്രങ്ങളിലും സൂക്ഷിച്ചിരുന്ന അരി, പഞ്ചസാര, പരിപ്പ്, പയർ എന്നിവയും മോഷ്ടിക്കപ്പെട്ടു. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അല്ല, ഈ ബക്കറ്റ് എന്തെന്ന് ഇതല്ല, ഈ ബക്കറ്റ് ഇവരെന്ത് ചെയ്ത് ഇത് തുറന്നിട്ട് ഈ സാധനങ്ങളൊക്കെ അതിലാക്കി ഈ ബക്കറ്റ് അടക്കം കൊണ്ടുപോയി. പിന്നെ പഞ്ചസാര ചാക്ക് കൊണ്ടുപോയി, പഞ്ചസാര ചാക്ക് കൊണ്ടുപോയി, അരി കൊണ്ടുപോയി, പരിപ്പ് പിന്നെ നിറച്ച് പരിപ്പുണ്ടായിരുന്നു, തൈജില്ല കണ്ടോ, പിന്നെ പയറിന്റെ പിന്നെ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ടായി. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം നടത്തി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറും എൻഡോവാസ്കുലർ ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ രാജ്യത്തിന് തന്നെ അഭിമാനവുമായ യുവ ഡോക്ടർ KR രാഹുലിനെ ചടങ്ങിൽ ആദരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് UK ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. വലപ്പാട് AEO അമ്പിളി KV സമ്മാനദാനം നിർവഹിച്ചു. പ്രധാനാധ്യാപിക PV ഷൈനി, മുൻ പ്രധാനാധ്യാപിക PH ഷെരീഫ, OSA പ്രസിഡന്റ് PK രാഹുലൻ, കൊടിയമ്പുഴ ദേവസ്വം പ്രസിഡന്റ് PK പീതാംബരൻ, SMC ചെയർമാൻ ഷീബ ശനീശൻ, MPTA പ്രസിഡന്റ് ശ്രീജ ഉല്ലാസ്, സീനിയർ അധ്യാപിക MN സ്മിത, സ്റ്റാഫ് സെക്രട്ടറി MB ബിന്ദു, IP മുരളി, ശ്രീജ അജയകുമാർ, പ്രിൻസിപ്പാൾ SN ഷജ്റത്ത്, VK ബഷീർ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഉന്നത ഒരു ഡോക്ടറായിട്ട് പ്രവർത്തനം പരിശോധിക്കുന്ന ഡോക്ടർ രാഹുലാണ് നിങ്ങൾക്ക് പ്രചോദനമായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാനിവിടെ ഒരു 25 വർഷം തുടങ്ങിയ ഒരു പരിചയം വിദ്യാർത്ഥികളുണ്ട്. 2007 ഗസ്റ്റ് അധ്യാപികയായിട്ട് പ്രവർത്തിച്ചിരുന്നു. വന്ന് രാഹുലിന്റെ ഹൈസ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഓർമ്മ. 9-10 ക്ലാസ്സുകളിൽ തൃപ്പ്യാർ NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ആന്റി റാഗിംഗ് ബോധവൽക്കരണ ക്ലാസ് നടന്നു. വലപ്പാട് സബ് ഇൻസ്പെക്ടർ VA നൂറുദ്ദീൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കോളേജ് പ്രിൻസിപ്പാൾ NC അനീജ അധ്യക്ഷത വഹിച്ചു. ആന്റി റാഗിംഗ് സെൽ കോർഡിനേറ്റർ അപർണ VA, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ V ശശിധരൻ, കൃഷ്ണപ്രിയ NB, രൂപ NV, അങ്കിത TS, ഹന്ന, അമൽ, ആന്റണി എന്നിവർ സംസാരിച്ചു. തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും SSLC, VHSC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും USS NMMS സംസ്കൃതം സ്കോളർഷിപ്പുകൾക്ക് അർഹരായവരെയും അവരുടെ രക്ഷിതാക്കളെയും അധ്യാപകരെയും അനുമോദിച്ചു. എല്ലാ വിഷയങ്ങൾക്ക് ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മാനേജർ KV സദാനന്ദനും PTA-യും അധ്യാപകരും റിട്ടയർഡ് അധ്യാപകരും ഏർപ്പെടുത്തിയ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. അനുമോദന യോഗം തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികളെ ഉന്നത വിജയത്തിലേക്ക് പ്രാപ്തരാക്കിയ രക്ഷിതാക്കളെയും ആദരിച്ചു. വാർഡ് മെമ്പർ മഞ്ജു പ്രേംലാൽ, PTA പ്രസിഡന്റ് ഷെബീർ അലി, മുൻ പ്രിൻസിപ്പാൾ KR കല, മുൻ ഹെഡ് മിസ്ട്രസ് CS ഷൈജ, ഷീന പോൾ, ഷീജു MG, KV റോഷ്നി, പ്രിൻസിപ്പാൾ NK സുരേഷ് കുമാർ, സ്കൂൾ പ്രധാനാധ്യാപിക CB നിഷ എന്നിവർ സംസാരിച്ചു. ഫുൾ A+ കിട്ടുന്നത് വളരെ വളരെ അപൂർവമാണ്. അത് 6 പേർക്ക് കൂടെ കിട്ടിയെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. വിദ്യാർത്ഥി കാലം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സർക്കാർ, ജനപ്രതിനിധികൾ എല്ലാം എന്ത് സേവനം ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പഠിക്കാൻ അവസരം ലഭിച്ച നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വലിയ ഭാഗ്യവുമാണ്. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ പഠിച്ച്
നല്ല മാർക്ക് വാങ്ങി. താനെ ഗ്രാമപഞ്ചായത്തിൽ പെരിങ്ങോട്ടുകര മുതൽ പുത്തൻപീടിക വരെയുള്ള തകർന്നു കിടക്കുന്ന റോഡുകൾ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് വ്യത്യസ്ത ജനകീയ സമരവുമായി 5-ാം വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ സ്വന്തം വസ്ത്രത്തിൽ പ്രതിഷേധ വാചകങ്ങൾ അടങ്ങിയ പോസ്റ്റർ പതിച്ചാണ് സമരത്തിനെത്തിയത്. ദിനംപ്രതി വളരെയേറെ അപകടങ്ങൾ നടന്ന വാഹനയാത്രികർ ഏറെ ബുദ്ധിമുട്ടിലാണ്. ജനപ്രതിനിധികൾ പോലും ഈ വഴി യാത്ര ചെയ്യാതെ വഴിമാറിപ്പോകുന്ന അവസ്ഥയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും പ്രദേശത്തെ ആരാധനാലയങ്ങളിലേക്ക് വരുന്നവരും യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിലാണ്. എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ റോഡ് ഉപരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ആൻഡോ തൊറയൻ പറഞ്ഞു. പൊതുപ്രവർത്തകരായ ബൈജു ബാലൻ, MK ചന്ദ്രൻ, ലൂയിസ് താണിക്കൽ, അയ്യപ്പദാസ്, സർഗസംസ്കൃതി ചെയർമാൻ ജയൻ ബോസ്, സൗഹൃദ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ പോൾ ചിറ്റിലപ്പള്ളി, പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, വിൻസെന്റ് കുണ്ടുകുളങ്ങര, സജീവൻ ഞാറ്റുവെട്ടി എന്നിവർ നേതൃത്വം നൽകി. ഈ പ്രദേശത്ത് ഒരു റിപ്പയർ നടക്കുന്നില്ല. ദിനം പ്രതി അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത്. അപ്പോൾ അതിൽ നിന്നൊരു മുക്തി നേടാനായിട്ട് ഇതിനെ യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന രീതിയിൽ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഞങ്ങൾ ഇന്നൊരു ചെറിയ പ്രതിഷേധ സൂചകമായിട്ടുള്ള ഒരു ചെറിയ സമരം. ഇതൊരു രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടുകൂടിയല്ല, ഇത് ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ മേഖലയിലുള്ളവർ കൂടി ഒരു പൊതു സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു സമരം ഇവിടെ ചെയ്യുന്നത്. നാട്ടുകാരും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ചെറിയ സമരമാണ് ഇത്. വലിയ പബ്ലിസിറ്റി കൊടുത്തുള്ളൊരു സമരമല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും പറഞ്ഞ സമയം കൊണ്ട് ഈ പ്രദേശത്തെ ആളുകളൊക്കെ വന്നു ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പ്രദേശത്ത് നമുക്കറിയാം 2-3 വലിയ അമ്പലങ്ങളും അതുപോലെ തന്നെ ഈ നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സ്കൂളുകൾ അതുപോലെ തന്നെ എല്ലാം യാത്രക്കാർ ഒരുപാട്. ഇന്ന് രാവിലെ വരെ ഞാനിരിക്കുന്ന ഈ കുഴിയിൽ ഒരാൾ വീണ് രാവിലെ തന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടിരിക്കുകയാണ്. ആംബുലൻസിൽ രാവിലെ തന്നെ തൃശ്ശൂർ ആശുപത്രിയിൽ ആക്കിയിരിക്കുകയാണ്. ഏകദേശം ഒരു 3 വർഷത്തിന് മേലെയായി വളരെ ശോചനീയാവസ്ഥയുമായ ഈ റോഡ് അധികാരികപ്പെട്ടവർ അശ്രദ്ധയാണ് ഇതിന് കാരണം. കക്ഷി രാഷ്ട്രീയമായിട്ടോ മറ്റ് അധികാരികളോ ആരും തന്നെ ഇതിൽ ഇടപെടുന്നില്ല. പിഞ്ചു കുട്ടികളടക്കം വൃദ്ധരും അനേകം ജനങ്ങളും ഇവിടെ വീണ് പരിക്ക് പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ അധികാരി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. ആ ബോധവൽക്കരണം വെച്ചിട്ട് അതിന് വേണ്ട നിയമ നടപടി കർശനമായിട്ട് എടുക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് BJP അംഗത്വം എടുത്തവർക്ക് വാടനപ്പള്ളിയിൽ സ്വീകരണം നൽകി. ഇതോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റില്ല, പക്ഷെ ഞങ്ങൾക്ക് പണം വേണം. അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. കേന്ദ്രത്തിന്റെ പണം എണ്ണി വാങ്ങിക്കണമെങ്കിൽ കേന്ദ്രം പറയുന്ന പദ്ധതികൾ നടപ്പിലാക്കണം. അല്ലാതെ നിങ്ങൾ പറയുന്ന പദ്ധതിക്ക് പണം തരാൻ നിങ്ങൾ കാര്യസ്ഥന്മാരല്ല കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ്. അങ്ങനെ വിചാരിക്കണ്ട. പക്ഷെ കേരളത്തിലെ വിദ്യാർത്ഥികളാണ് ഇതിന്റെ പാപഭാരം ചുമക്കേണ്ടി വരുന്നത്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്, പ്രിയപ്പെട്ടവരെ, ഏത് മേഖലയാണ് കേരളത്തിന് വളർച്ചയുണ്ടായിട്ടുള്ളത്, മെച്ചമുണ്ടായിട്ടുള്ളത്? കേരളത്തിലെ ജയിലുകൾ നോക്ക് നിങ്ങൾ. മിനിയാന്നാണ് ഗോവിന്ദചാമി ജയിലിൽ ചാടിയത്. ഗോവിന്ദചാമി ജയിലിൽ ചാടിയതിനെ കുറിച്ച് എന്തെല്ലാം കഥകളാണ് CPM പ്രചരിപ്പിക്കുന്നത്. നമുക്ക് തന്നെ ഗോവിന്ദചാമിയുടെ ആരാധന തോന്നിപ്പോകുന്ന രീതിയിലാണ് CPM പ്രചരിപ്പിക്കുന്നത്. ഒരു കൈയില്ലാത്തൊരു മനുഷ്യൻ, ആരോഗ്യം വേണ്ടത്ര ഇല്ലാത്ത ഒരാള്, അദ്ദേഹം ഒറ്റക്ക് ആരുടെയും സഹായമില്ലാതെ 21 അടി ഉയരമുള്ള മതിൽ എത്തിപ്പിടിച്ച് ചാടിക്കടന്നു. ഞാൻ ചോദിക്കട്ടെ, ഇയാളെന്താ കുടുംബം? എങ്ങനെയാണ് ഒരു കൈ മാത്രമുള്ള 2 കൈയുള്ള ആൾക്കാർക്ക് തന്നെ സാധിക്കില്ല? BJP പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു പ്രേംലാൽ അധ്യക്ഷത വഹിച്ചു. മേഖലാ ജനറൽ സെക്രട്ടറി സേവ്യൻ പള്ളത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ, പ്രവീൺ പരങ്ങാനാട്ട്, മണലൂർ മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ്, ജനറൽ സെക്രട്ടറിമാരായ മനോജ് മാനിന, ഷൈജു ഇയാനി, സംസ്ഥാന സമിതി അംഗം രമാദേവി, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാടൻ, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് പണിക്കശ്ശേരി, KB ശ്രീജിത്ത്, ആശാ ഗോകുൽദാസ്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി IK മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. നടുവേൽക്കര സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് BJP പഞ്ചായത്ത് ഭാരവാഹികളായ KP സുഗുണൻ, KK സുരേഷ്, ഹിബിൻ ചാളിപ്പാട്ട്, CD രതീഷ്, NS നിഷാഗ്, ജയേഷ് മാധവൻ, അഖിൽദാസ്, റീന സുനിൽകുമാർ, സാൻഡി ബിജു, അംബിക സുകുമാരൻ, KB പ്രശാന്ത്, രാമദാസ്, KG ലീന, TS ഋഷിൽ, ലിനി ലതീഷ് എന്നിവർ നേതൃത്വം നൽകി. കർമ്മലീത സന്യാസിനി സമൂഹത്തിലെ മണലൂർ സെന്റ് തെരേസാസ് കോൺവെന്റിലെ കൊട്ടേക്കാട് തറയിൽ കൊള്ളന്നൂർ പൊറിഞ്ചു കുഞ്ഞനം എന്നിവരുടെ മകൾ സിസ്റ്റർ റോസി അന്തരിച്ചു. 82 വയസ്സായിരുന്നു. അധ്യാപികയായും പുതുക്കാട് സെന്റ് ജോൺ
ഓഫ് ദി ക്രോസ് മഠത്തിലെ സുപ്പീരിയറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ചൂണ്ടൽ മരീന ഹോം മഠത്തിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിങ്ങോട്ടുകര റോഡിലെ കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. പെരുമ്പുഴ പാടശേഖരത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ പുറകോട്ട് ഓടി തോട്ടിലേക്ക് മറിഞ്ഞു. ബൈക്ക് യാത്രക്കാരനെയും ഇടിച്ചിട്ടു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയിൽ പ്രതിഷേധിച്ച് CPI കുറ്റവിചാരണ സദസ്സ് നടത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.